രക്തമൊന്നും എനിക്ക് കുഴപ്പമൊന്നുമില്ല, ബ്ലഡൊക്കെ നമ്മൾ ഇഷ്ടംപോലെ കണ്ടിട്ടുണ്ട്. എന്ന് വേണ ഫുൾ ഇടി അടി മാത്രമുള്ള കാര്യം, കഥയൊന്നുമില്ല. പിന്നെ കുറേ ഉണ്ട്. ഏറ്റവും ലാസ്റ്റ് ആകാറാകുമ്പോഴത്തേക്കിനും എന്തുവാ അവിടെ കാണിക്കുന്നത്. ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇത് ഒരു മൂവി ഡേറ്റ് വ്ളോഗാണ്. ആൻഡ് നമ്മൾ കാണാൻ പോകുന്ന മൂവി മാർക്കോയാണ്. മാർക്കോ ഇറങ്ങിയിട്ട് കുറേ ദിവസമായി, ബട്ട് ഇപ്പോഴാണ് സമയവും സൗകര്യവും എല്ലാം ഒത്തു വന്നത്. ആൻഡ് ഈ മൂവി ഡേറ്റ് എന്ന് പറയുന്നത് ഫാമിലിയുടെ കൂടെയാണ്. പക്ഷേ ഫാമിലി വിത്തൗട്ട് അമ്മ മാത്രമില്ല, ബാക്കി 3 പേരും പോകുന്നുണ്ട്. മാർക്കോ ഞാൻ കണ്ടിട്ടില്ല, പക്ഷെ കണ്ടവരൊക്കെ കുറേ റിവ്യൂ കേട്ടു, ഫ്രണ്ട്സ് പറഞ്ഞൊക്കെ കേട്ടു. ഫുൾ ബ്ലഡ് ഷെഡ്, ഫുൾ രക്തക്കളിയാണെന്നാണ് ഞാൻ കേട്ടത്. എനിക്ക് അറിഞ്ഞുകൂടാ, പോയി കണ്ടു നോക്കണം. രക്തമൊന്നും എനിക്ക് കുഴപ്പമൊന്നുമില്ല, ബ്ലഡൊക്കെ നമ്മൾ ഇഷ്ടംപോലെ കണ്ടിട്ടുണ്ട്. പക്ഷെ അറിയത്തില്ല, കണ്ടു നോക്കണം. ഫുള്ള് ഫൈറ്റിങ്ങും ആക്ഷനും ഒക്കെയാണെന്നാണ് പറഞ്ഞത്. കണ്ടു നോക്കാം. ഏത് പടം കാണാനാവുന്നേ? പടം ഏതാ? മാർക്കോ. അങ്ങനെയെല്ലാം പറഞ്ഞ് സെറ്റാക്കി നമ്മൾ ഒരു ഓട്ടോയും പിടിച്ച് നേരെ തിയേറ്ററിൻ്റെ മുന്നിലെത്തി. തിയേറ്ററിൻ്റെ മുന്നിൽ ഇച്ചിരി നേരത്തെ ആയിപ്പോയി എത്തിയതെന്ന് തോന്നി. അവിടെ വലിയ ആളൊന്നും ഇല്ലായിരുന്നു, സത്യം പറഞ്ഞാൽ ആളേ ഇല്ലായിരുന്നു. കുറച്ച് ആൾക്കാരെ ഉണ്ടായിരുന്നുള്ളൂ. ആൾക്കാരെല്ലാം തന്നെ നേരത്തെ കണ്ട് തീർന്നു കഴിഞ്ഞു എന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ നമ്മൾ കുറച്ച് നേരം അവിടെ നിന്ന് ആദ്യം തന്നെ കഴിക്കാനുള്ള കുറച്ച് പോപ്കോണൊക്കെ മേടിച്ചു. കാരണം ബ്ലഡിൻ്റെ പടമൊക്കെയാണെന്നാണല്ലോ ഫുള്ള് കേട്ടത്. അപ്പോൾ പിന്നെ കഴിക്കാൻ തോന്നിയില്ലെങ്കിലോ എന്ന് വിചാരിച്ച് ആദ്യം പോപ്കോൺ മേടിച്ച് ബുദ്ധിപൂർവ്വം കഴിച്ചിട്ടാണ് പടം കാണാൻ തുടങ്ങിയത്. സത്യത്തില്ല, തുടക്കത്തിലെ വലിയ സീനൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് നമ്മൾ സുഖമായിട്ട് കഴിച്ച് അത് കഴിഞ്ഞ് പിന്നെ ഒന്നും കഴിച്ചൊന്നുമില്ല. അങ്ങനെ ഇരുന്ന് ഫുള്ള് പടവും കണ്ടിട്ടാണ് ഇറങ്ങിയത്. അങ്ങനെ ഞങ്ങൾ മാർക്കോ കണ്ടിട്ട് വന്നിരിക്കുകയാണ് ഗൈസ്. ആദ്യമേ തന്നെ ഞങ്ങളുടെ പപ്പായുടെ റിവ്യൂ കേൾക്കാം. പപ്പായുടെ റിവ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോമഡിയാണ്. സിനിമ കഴിഞ്ഞ് നമ്മൾ ഇറങ്ങുമ്പോഴത്തേക്കിനും അവരുടെ ആ വൈബിനൊന്നും പറ്റിയൊരു പടം അല്ലല്ലോ. പപ്പ എന്തായിരുന്നു പറഞ്ഞേ? എന്ത് മൂവിയാണ് ഇതെന്ന് പടാ, ഫുൾ ഇടി അടി മാത്രമുള്ള കാര്യം, കഥയൊന്നുമില്ല. പിന്നെ പടം എടുത്ത് വെച്ചേക്കുന്ന ഇരുട്ടത്താ, ഫുൾ ഇരുട്ടാ സിനിമയ്ക്കകത്ത്. അങ്ങനെയൊക്കെ പപ്പ പറഞ്ഞത്. അടിപൊളിയാ, കാണാനൊക്കെ അടിപൊളിയാ, സൂപ്പറാ അല്ലേ? എൻ്റെ ഉണ്ണിമുന്തന. അതേനും ഉണ്ണിമുന്തന കൊള്ളാം, അടിപൊളിയാണ്. വില്ലന്മാരും സൂപ്പറാ, വില്ലന്മാരെ കാണാനും അടിപൊളിയാ. ഫസ്റ്റ് ഹാഫിൽ എനിക്ക് അങ്ങനെ അത്രയ്ക്ക് ഇങ്ങനെ ഭയങ്കര പേടിക്കുള്ളൂ അങ്ങനത്തെ സാധനങ്ങളൊന്നും ഇല്ലായിരുന്നു. ഒരു കൊളക്കരയില് കുറച്ച് ഫൈറ്റിംഗ് സീൻ ഉണ്ട്, അത് കൊള്ളായിരുന്നു കേട്ടോ. പിന്നെ സെക്കൻഡ് ഹാഫിൽ കുറേ ഉണ്ട്. കുറേ എന്ന് വെച്ചാൽ കുറേ പേടിക്കാനുള്ള കുറേ ഇങ്ങനെ അടി ഇടി ബഹളം നോക്കിയിരിക്കാൻ. നമ്മളിങ്ങനെ ഞാൻ നോക്കിയല്ല, ഞാൻ പകുതി ഇവളുടെ തോളെ ചാരിയിരുന്ന കണ്ടേ. പപ്പ എന്നിട്ട് പറയാം, പൈസ കൊടുത്ത സിനിമയ്ക്ക് പോയിട്ട് മോന്തയും പൊത്തി പിടിച്ചിരിക്കാൻ വേണ്ടിയിട്ടാണോ പോയെന്നൊക്കെ. ഈ ചോരയൊന്നും അത്രയ്ക്ക് സീനില്ല എനിക്ക് ഈ ഉപദ്രവിക്കുന്നൊക്കെ കാണുമ്പോൾ ഭയങ്കര പേടിയത്. സെക്കൻഡ് ഹാഫിൽ ഒരു വില്ലൻ വരുന്നുണ്ട്, ഒരു സൈറസ് എന്ന് പറഞ്ഞൊരു പുള്ളി. ആ പുള്ളി വന്നു കഴിയുമ്പോൾ തൊട്ടുള്ള എല്ലാ സീനും എനിക്ക് ഇഷ്ടപ്പെട്ടു. കൊള്ളാം, അടിപൊളിയാ. പിന്നെയാണെന്നുണ്ടെങ്കിൽ അതിൽ കുറേ ഫൈറ്റിംഗ് സീൻ അല്ലോട്ട് ഒത്തിരി സത്യം പറഞ്ഞാൽ ഉപദ്രവിക്കുന്ന സീൻസാണ്. ഫാമിലിനെ ഭയങ്കരമായിട്ട് ഉപദ്രവിക്കും. നമുക്കിപ്പം ഭയങ്കര അത്രയ്ക്കൊന്നും ഇല്ലെന്ന് തോന്നുന്നു. ഇതിലാ കുറച്ചുകൂടെ കൂടും. കുഞ്ഞൊരു ചെറുക്കനുണ്ട്, ഭയങ്കര ക്യൂട്ടാ. കുറേ പിള്ളേരുണ്ടല്ലേ, വലിയ ഫാമിലി അവര് സത്യം പറഞ്ഞ. അപ്പൊ കുറേ പിള്ളേരുണ്ട്. ആ ചെറിയ ചെറുക്കനെ ഇങ്ങനെ ഒരു ഉപദ്രവിക്കുന്ന ഒരു സീനുണ്ട്. അതായത് അവനെ കൊല്ലുക, അവനെ തട്ടിക്കളയുന്ന സമയത്ത് അയ്യോ അത്രയും തരം ചിരിച്ച് കളിച്ച് നടന്ന ചെറുക്കനല്ലേ പാവം, അവനെ ഇങ്ങനെ ഉപദ്രവിക്കുന്ന സമയത്ത് എന്തോ പോലെ കുറേ ഉണ്ട്. ഏറ്റവും ലാസ്റ്റ് ആകാറാകുമ്പോഴത്തേക്കിനും എന്തുവാ അവിടെ കാണിക്കുന്നത്. ഈ അടിയാളികളില്ലേ, മീൻസ് തല്ലാൻ വേണ്ടിയൊക്കെ വരുന്നേ, അവർക്ക് അടി കിട്ടുമ്പോൾ എനിക്ക് അത്രയും വലിയ തോന്നിയില്ല. പക്ഷെ ഇവരുടെ ഫാമിലിയിലുള്ള ആൾക്കാരെ ഉപദ്രവിക്കുന്നത് കാണുമ്പോൾ അങ്ങനെ എന്തോ പോലെ ഒന്നും ഭയങ്കരമായിട്ട്. അങ്ങനെ ഫൈറ്റിംഗ് വൈസ് നോക്കുവാണെങ്കിൽ അടിപൊളി പടമാണ്. ഫസ്റ്റ് സോങ് അടിപൊളിയാണ്. ലാസ്റ്റ് പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, അടിപൊളിയാണ്. ഇങ്ങനെ നിൽക്കുമ്പോഴത്തേക്കിനും ഒരു പാട്ട് അങ്ങോട്ട് ഇടും, ആനിമേഷൻ കാർട്ടൂണൊക്കെ പോലെ എന്തോ ഒരു പാട്ടിടും. അവിടെ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ ഏറ്റവും ലാസ്റ്റും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. പക്ഷെ മാർക്കോയുടെ സോങ് അല്ലേ അത്? അതെനിക്ക് അറിഞ്ഞൂടാ. പക്ഷേ ഏറ്റവും ലാസ്റ്റ് ആ ഫൈറ്റിംഗ് സീനുകളും ആ ആൾക്കാരെ കൊല്ലുന്നതും അതൊക്കെ കാണാൻ അടിപൊളിയാണ്. അതിക്രമങ്ങൾ അതൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പോയി കാണാം. എൻ്റെ അമ്മ ഒരു കണക്കിന് പറഞ്ഞു കഴിഞ്ഞാൽ കാണാതിരുന്നത് നന്നായി അല്ലേ. കാരണം അമ്മയ്ക്ക് ഒട്ടും പറ്റത്തില്ല ഇങ്ങനെ ഈ അടി ബ്ലഡ് കാണുക, അതൊന്നും അമ്മയ്ക്ക് ഒട്ടും പറ്റത്തില്ലാത്ത കാര്യമാണ്. അപ്പം എനിക്ക് തോന്നുന്നു അമ്മയെ കൊണ്ടുപോയി നന്നായി. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു കൈൻഡ് ഓഫ് പടങ്ങൾ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും പോയി മാർക്കോ, അടിപൊളി പടമാണ്.
ഇഷ്ടപ്പെടും. ഓക്കെ, ആൻഡ് നമ്മുടെ മൂവി ഡേറ്റിംഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. തിയേറ്ററിനകത്ത് വെച്ച് വീഡിയോ എടുക്കുക നടക്കുന്ന കാര്യമല്ല, കാരണം ഭയങ്കര ഇരുട്ടാണ്. ഇതിനകത്ത് എങ്ങനെ വീഡിയോ എടുക്കുന്നത് എനിക്കറിയത്തില്ല. ഇല്ല, ഞാൻ കാണിച്ചു തരായിരുന്നു എന്തായിരുന്നു എക്സ്പ്രഷൻസ്. സത്യം ചിലയിടത്തൊക്കെ ഞാൻ വല്ലാണ്ട് അനാവശ്യമായി പേടിച്ചു എന്ന് എനിക്ക് തന്നെ തോന്നിപ്പോയി, വല്ലാണ്ട്. അപ്പം ബൈ ഗൈസ്, നമ്മുടെ മൂവി ഡേറ്റിംഗ് വ്ളോഗ് ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ബൈ.